ഹായ് ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ജേണലിംഗ് കിറ്റായിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് യൂട്യൂബിൽ. എനിക്കറിയില്ല അതെങ്ങനെ സക്സസ് ആവോ ഇല്ലെന്നറിയില്ല, പക്ഷെ ഒരു ആഗ്രഹം തോന്നിയെടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ എനിക്ക് കിട്ടിയ ജേണലാണ്. ഇന്നല്ല, 2 ദിവസമായി എനിക്ക് കിട്ടിയിട്ട് ഞാനത് ആഗ്രഹം കൊണ്ട് പൊട്ടിച്ച് തുറന്ന് നോക്കി. അതിൻ്റെ ഉള്ളിൽ നിന്ന് 1-2 പീസൊക്കെ എടുത്ത് ഞാനൊരു ജേണലൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പം പക്ഷേ പിന്നീടാണ് എൻ്റെ തലയിൽ ഈ ബുദ്ധി ഉദിച്ചത്, ഒന്ന് ചെയ്ത് നോക്കിയാലോ, ഒന്ന് ട്രൈ ചെയ്താലോ എന്നുള്ളത്. ജസ്റ്റ് ഒരു ട്രൈ മാത്രമാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു 307 രൂപ. എനിക്കെൻ്റെ ഓഫറിൽ ഇങ്ങോട്ട് കിട്ടിയത്, പക്ഷേ ഇതിലും കൂടുതലാണ് പൈസ തോന്നുന്നു. പെട്ടെന്ന് എനിക്കൊരു ഓഫർ കിട്ടിയപ്പോൾ ഞാൻ അതിലെടുത്തതാണ്. സാധാരണ ഞാൻ ചാനലുകൾ ചെയ്യാറുണ്ടെങ്കിലും ഞാൻ ഇത്ര ആർഭാടകരമായൊന്നും ചെയ്യാറില്ല. കാരണം ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ വായി തോന്നിയതൊക്കെ എഴുതിയിടുക, വരച്ചിടുക മാത്രമേ ഉള്ളൂ. പിന്നെ ഒട്ടിക്കൽ പരിപാടികളൊന്നും ഞാൻ ചെയ്യാറുണ്ടായില്ല. അപ്പോൾ ഒരാഗ്രഹം തോന്നി വാങ്ങിയതാണ്. നോക്കാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് തുറക്കാം. ഞാൻ ഓൾറെഡി തുറന്നതാണ്, എന്നാലും വെറുതെ ഭംഗിക്ക് വെറും ഷോയ്ക്ക് വേണ്ടി ഇതാണ്. നേരത്തെ തുറന്നത് കേക്ക് വെച്ചപ്പോൾ തല തിരിഞ്ഞു പോയി. അത്രയും മണ്ടിയാണ് ഞാൻ, സോറി. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് മെമ്മോ പാഡ് ആണോ ഇത്? മെമ്മോ പാഡ് ഇത് കുറച്ചുണ്ട്. എത്ര എണ്ണമാണാവോ? നമ്പേഴ്സൊക്കെ ഉണ്ട് അത്യാവശ്യം. തല തിരിച്ചടിച്ചേക്കണേ വീണ്ടും. ഓക്കെ, ഇതാണ് മെമ്മോ പാഡ്സ്. പിന്നെ അടുത്തത് ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. എന്തോ ലിസ്റ്റൊക്കെ എഴുതാം. ഇങ്ങനെ ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ എഴുതി വെക്കാം. ഇതും കുറച്ചുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇത് നല്ല രസമുണ്ടല്ലോ. ഇത് നല്ലൊരു വിൻറ്റേജ് ലുക്കുള്ള, ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് പോയി. ഇത് ഇത്രേ ഉള്ളൂ. ഇനി ഇതാ ഇതിനകത്തുള്ള ഡയറി. ഇത് ചെറുതാട്ടോ, എനിക്ക് എന്താ ഇത്രേ ഉള്ളൂ സൈസ്. ഇത് ചെറുതാണ്. ഞാൻ അതിനകത്ത് എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഒരു 2 പേജ് ഞാൻ യൂസ് ചെയ്തു. അതാണ് ഇതാക്കാം. ഒരു വിൻറ്റേജ് ലുക്കൊക്കെ തോന്നിയപ്പോൾ ഒന്ന് എടുത്താണ്. ഞാൻ ശരിക്കും എൻ്റെ ആളല്ല, ഞാൻ കുറച്ചുകൂടി എസ്തെറ്റിക് ഒക്കെയാണ് എൻ്റെ പ്രിഫറൻസ്. പക്ഷേ എന്തോ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇത് അതിനകത്തുള്ള കുറച്ച് അല്ലറ ചില്ലറ നമ്മുടെ വർക്കിൻ്റെ പരിപാടികളൊക്കെയാണ്. എന്താ കേക്ക് സീക്രട്ട്. ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ നോക്കണമായിരുന്നു, തല തിരിഞ്ഞു പോകണ്ടല്ലോ. ഇത് ഞാൻ ഇതിൻ്റെ ഉള്ളിലൊരു പിക്ചർ ഉണ്ടായിരുന്നു, ഞാൻ അത് മാത്രം ഇട്ടെടുത്തു. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ചെടുക്കായിരുന്നു പക്ഷേ അതെനിക്ക് കിട്ടാണ്ടായില്ല. അപ്പോൾ ഞാനത് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഇതിൽ തുമ്പി, കേക്ക്, കൂൺ, പിന്നെന്തോ എഴുതിയിട്ടുണ്ട്. ബട്ടർഫ്ലൈസ്, പൂക്കൾ, എഗെയിൻ കേക്ക്സ്, എഗെയിൻ ബട്ടർഫ്ലൈ. ഇതും ഞാൻ നേരത്തെ തല തിരിച്ച് വെച്ചതാ. ഇതും ഫുൾ തീരെ സാധനങ്ങളാണല്ലോ. ബൊട്ടാണിക്. ഇതൊരു ബുക്ക് മാർക്ക് പോലത്തെ ഒരു ഐറ്റം, പക്ഷെ ബുക്ക് മാർക്ക് അല്ലേക്കും. ഇത്രേ ഉള്ളൂ ഈ ഐറ്റംസ്. നമ്മൾ കണ്ടല്ലേ. നെക്സ്റ്റ് ഇത് 2 ടേപ്സാണ്, സ്റ്റിക്കർ ടേപ്സ്. കാണിച്ചു തരാം. സൂം ആവുന്നില്ല നോക്കല്ലേ, ഫോക്കസ് ആവുന്നില്ല തോന്നുന്നു. അറിയില്ല, ഫോക്കസ് ആവുന്നില്ല. എനിക്ക് ഈ പരിപാടി അത്ര വലിയ കാശില്ല. അത് വേറെ കാര്യം. അത് അഡ്ജസ്റ്റ്മെൻറ്റിലേക്കാണ് വീഡിയോ എടുക്കുന്നത്. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഇത് കാണിച്ചു തരാം. ഇതിൽ നമ്പേഴ്സാണ് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. സെവൻറ്റീൻത്ത്, 30th, 10th, 15th, അങ്ങനെ കുറച്ചധികം ഉണ്ട്. എനിക്ക് 30 ഉള്ളൂ തോന്നുന്നു. എന്താണാവോ, 30 ഉള്ളൂ. അങ്ങനെ കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എനിക്കിഷ്ടമായി. സ്റ്റിക്കേഴ്സൊക്കെ എനിക്കിഷ്ടമായി. കുറച്ചിങ്ങനെ ചില്ലറ കുറച്ച് നമ്പേഴ്സാണ്. 30 വരെ ഉള്ളൂ തോന്നുന്നു. ഞാൻ എൻ്റെ കണ്ണിൽപ്പെട്ട ഏറ്റവും വലിയ നമ്പർ 30 തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഇത് സ്റ്റിക്കേഴ്സാണ് കേട്ടോ. സ്റ്റിക്കറുകളാണ്. നല്ല രസമുണ്ടല്ലേ, എനിക്ക് ഇഷ്ടമായി. പിന്നെ അടുത്തത് ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ്. ഇതും സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കർ. ഇത് ഞാൻ പറഞ്ഞില്ലേ, കണ്ണ് പിടിച്ച് കിട്ടിയ പാടെ തന്നെ വെറുതെ അതിനകത്ത് വിളിച്ചെടുത്തു. അങ്ങനത്തെ സ്റ്റിക്കേഴ്സ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സുണ്ട്. കുറച്ച് റൗണ്ട് സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനത്തെ കുട്ടിയാണ്. അപ്പോൾ നെക്സ്റ്റ് ഇതിൽ കുറച്ച് കോട്ട്സൊക്കെ ഇതേപോലെ. ഐ വിൽ ലിവ് ആസ് യു ലൈക്ക്, യു ഹാവ് ഗിവൺ മീ എ ടേസ്റ്റ് ഫോർ ലൈഫ്. അങ്ങനെ കുറച്ച് ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും അല്ലേ. അങ്ങനത്തെ കുറച്ച് കോട്ട്സൊക്കെ എഴുതിയിട്ടുണ്ട്. അടുത്തൊക്കെ ഫോക്കസ് ആവുന്നില്ല. ഓക്കെ, ദെൻ അടുത്തതും ഒരു സ്റ്റിക്കറാണ്. ഇവിടെ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. ദെൻ ബി കൈൻഡ് ടു യുവർസെൽഫ്, ഡ്രീം, പ്ലാൻ ടു. ഇതിങ്ങനെ കുറച്ച് ഐറ്റംസ്. ഇതും സ്റ്റിക്കേഴ്സാണ്. നെക്സ്റ്റ് ഇത് 2 എൻവലപ്സാണ്. നമ്മുടെ വിഷസ് എന്തെങ്കിലുമൊക്കെ എഴുതി സൂക്ഷിക്കാനായിരിക്കാം. ഇത് അറിയാവുന്ന ആരെങ്കിലും ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നേക്കണം കേട്ടോ എന്താ സംഭവങ്ങൾ. ഞാൻ എന്തായാലും ഇതിൽ ജസ്റ്റ് ഓരോ ഇത് കാർഡ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് എഴുതാനായിട്ടുള്ള. അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്.
പേപ്പറുള്ളത്. നെക്സ്റ്റ് ഇതുപോലത്തെ കാർഡാണ്. സ്റ്റിക്കർ നമുക്ക് എന്തെങ്കിലും വെട്ടിയെടുക്കാം, എന്തെങ്കിലും എഴുതി വെക്കാം. ഇതും സ്റ്റിക്കറല്ല, ഇത് പേപ്പറാണ് ഒട്ടിക്കാൻ. ഇതും പേപ്പേഴ്സാണ്. സ്റ്റിക്കേഴ്സ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന സെറ്റാണ്. ഇതെല്ലാം പേപ്പേഴ്സാണ്. കുറച്ച് വിൻറ്റേജ് ഐറ്റംസാണ്. ഡിസൈൻസ് നൈസ്. കിളി അങ്ങനെ അത് കഴിഞ്ഞു. നെക്സ്റ്റ് ഒക്കെ പേപ്പേഴ്സാണ്. അതിൻ്റെ വീട്ടിലൊരു കുഞ്ഞ് ചെറിയൊരു ഐറ്റം ഹെയർ പിൻ, ക്യൂപ്പിഡ് ഹെയർ പിൻ. നെക്സ്റ്റ് ഈസ് ഇതും ഒരു ഷീറ്റ്, ഇതൊരു ഷീറ്റ്. ഇത് ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ, അതാണ് ഇത്. നെക്സ്റ്റ് ഇത് കുറേ പേപ്പേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഒരു ക്രിയേറ്റീവ് മൈൻഡിൽ ഉണ്ടാക്കിയ രസമായിരിക്കും. നെക്സ്റ്റ് എനിക്കില്ല, ഞാൻ പ്ലെയിനാണ്. ഇല്ല ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള രണ്ട് പേപ്പേഴ്സ് കൂടിയുള്ളൂ. കഴിഞ്ഞു ഗൈസ്. രണ്ട് കുറേ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള. അപ്പോൾ ഞാൻ ഇതൊക്കെ രണ്ടാമത് എടുത്ത് വെക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്